ഹായ് ഗായ്സ്, വെൽക്കം ടു ബേട്ടി വ്ളോഗ്സ്. രാവിലെ ഒരു 7:30 മണിക്ക് ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ആണിത്. ശ്രീനഗർ ലാൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ കാണുന്നത് ഡാൽ ലേക്കാണ് കേട്ടോ. നവംബർ മാർക്സ് ദി ബിഗിനിങ് ഓഫ് വിൻ്റർ ഇൻ കാശ്മീർ. നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഇവിടെ ഒരു ഓട്ടമിൻ്റെ ലുക്കും വിൻ്ററിൻ്റെ തണുപ്പുമായിരുന്നു. കേരളത്തിൽ നിന്ന് അങ്ങ് കാശ്മീർ വരെ എത്തിയിട്ട് സ്നോഫോൾ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഞങ്ങൾ. ഫസ്റ്റ് ഡേ ഇൻ ശ്രീനഗർ കുറച്ച് ലോക്കൽ സൈറ്റ് സീയിങ്ങും പിന്നെ വൈകുന്നേരം ഷിക്കാര ബോട്ട് റൈഡും അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഐറ്റിനറി. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി വേഗം ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി. ഉമിനീര് വരെ ഷിക്കാര ബോട്ടിലിരുന്ന് നല്ല ഗുമ്മുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല ഗെറ്റപ്പായിട്ടൊക്കെ വന്നത്. പക്ഷേ ഈ കോട്ട് ഊരാൻ പറ്റുമോ എന്ന് തന്നെ ഡൗട്ടായി, അത്രയും തണുപ്പാണ്. ഇനി ഇതിൻ്റെ പുറത്ത് ജാക്കറ്റും കൂടി ഇട്ടാലേ ശരിയാവുള്ളൂ. ഹായ് ഗായ്സ്, ഞങ്ങൾ ഷാലിമാർ ഗാർഡൻസ് കാണാൻ വന്നതാണ്. ഇതാണ് എൻ്റെ എൻട്രൻസ്. ഒരു 50 റുപ്പീസാണ് എൻട്രൻസ് ഫീ. ഷാലിമാർ ബാഗ് മുഗൾ എംപറർ ആയിട്ടുള്ള ജഹാംഗീർ തൻ്റെ വൈഫായിട്ടുള്ള നൂർ ജഹാന് വേണ്ടി ഉണ്ടാക്കിയതാണ്. കാശ്മീരിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഗാർഡൻസിലൊന്നാണ് ഷാലിമാർ ബാഗ്. ഇവിടെ ഓട്ടം ആയതുകൊണ്ടാണ് ഇപ്പോൾ ലീവ്സും ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ആയിട്ടുള്ളത്. എങ്കിലും ഈ ഗാർഡൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കോട്ട് അഴിക്കാറുള്ളത്, ഇല്ലെങ്കിൽ അത്രയും തണുപ്പാണ്. ഇപ്പോൾ ഇവിടെ ഓട്ടമാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. എങ്കിലും സ്പ്രിങ് ടൈമിൽ ഇവിടെ വരണം, ഒരു തവണയും കൂടി വരണം അല്ലേ റഫു? ഞാൻ ലീവ്സ് കാണിച്ചു തരാം. കണ്ടോ, കാശ്മീർ ഏത് സീസണിൽ വന്നാലും ബ്യൂട്ടിഫുള്ളാണ്. അത് ഞാൻ പറഞ്ഞപ്പോൾ ചിലവർക്കൊന്നും വിശ്വാസമായില്ല. ഇപ്പം എങ്ങനെയുണ്ട്? മല കണ്ടോ? മലയാണ്. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ എവിടെയാ? നമ്മൾ നിഷാദ് ഗാർഡ്. നിഷാദ് ഗാർഡ്. നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു മലയുണ്ട്. ഈ ഗാർഡൻ ഉണ്ടാക്കിയത് നേരത്തെ പറഞ്ഞ നൂർ ജഹാൻ്റെ ബ്രദറാണ്.
അങ്ങോട്ടൊരു വഴിക്ക്, നീ വേറെ വഴിക്ക്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? തോന്നിവാസം പാടി നടക്കുക. നല്ല മണം. ഇതിന് പൂന അവിടെ ഒത്തൻറ്റിക് കാശ്മീരി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുവന്നത് ദേ ഇവിടെയാണ്. നോക്ക്, കബാബ് പറഞ്ഞു, മീൻകറിയുടെ ടേസ്റ്റ് മീൻകറിയുടെ ടേസ്റ്റോ? അല്ല, മണം. പിന്നെ പുലാവും ഉണ്ട്, പുലാവ് വരട്ടെ. ഇത് നമ്മൾ പറഞ്ഞതല്ലേ സാലഡ്, മീൻകറിയുടെ മണം വരുന്നു. ചിക്കൻ കബാബ്, വെജ് പുലാവ്, പിന്നെ ചിക്കൻ എന്തുവാ, റോഗൻ ജോഷ്. പൂജ പുലാവ് കഴിയാണ്. എനിക്കത്ര പിടിച്ചില്ല ഗൈസ്. അരി അത്ര വെന്തിട്ടും ഇല്ല, പ്രത്യേകിച്ച് ഫ്ലേവറും ഇല്ല. ഈ കാണുന്ന ഗ്ലാമറേ ഉള്ളൂ. ആ സ്പൂണും കൊണ്ട് കട്ടി. ഭയങ്കര സംഭവമായിട്ട് പറയാനൊന്നുമില്ല, കൊള്ളില്ല അത്ര തന്നെ. ശങ്കരാചാര്യരുടെ ഒരു അമ്പലം ഈ മലമുകളിലുണ്ട്, ശ്രീനഗർ. ഞങ്ങളപ്പോൾ അങ്ങോട്ട് പോവാം. കുറേ നടക്കാനുണ്ട്, നല്ല തണുപ്പ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് മാത്രമേ ഇത് തണുക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഇത്രയും വലിയ കോട്ടൊന്നും കണ്ടിട്ടില്ല. 1619 എന്തോ പണി തീർത്ത ഒരു അമ്പലമാണിത്. ശങ്കരാചാര്യർ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങ് ഹിമാചൽ വരെ നടന്നു വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയത്. അങ്ങനെയാണ് ഇവിടെ ഈ അമ്പലം ഉണ്ടായതെന്നൊക്കെയാണ് ഇവിടുത്തെ ഹിസ്റ്ററി. അങ്ങനെ 250 സ്റ്റെപ്പ് കയറി ഞങ്ങൾ മണിയടിച്ചു. उधर फ्लोटिंग मार्केट्स है और बहुत ज़्यादा क्लोथ्स है, कश्मीरी स्पेशल हैंडक्राफ्ट्स है. സെക്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് വല്ലതും വേണം? എനിക്ക് ഖാവ ടീ കുടിക്കണം. ഖാവ
ലേക്ക് ഷിക്കാര എക്സ്പീരിയൻസ് രസമുണ്ടല്ലേ? സമ്മർ സീസണിലാണ് ഈ മലയൊക്കെ തെളിഞ്ഞു വരിക. പച്ച നല്ല മാച്ചിങ് നല്ല രസമുണ്ട്. എന്ത് തണുപ്പല്ലേ? ഉച്ച്